ദാവീദിൻ സുതനോസാന ഹോസാന ഹോസാന ദാവീദിൻ സുതനോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനദീവധന്യനുമാം ഇസ്രായേലിൻ നൃപനെന്നും ഉന്നത വിണ്ണിൽ ഹോസാന 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 ദാവീദിൻ സുതനോസാന ഹോസാന ഹോസാന ദാവീദിൻ സുതനോസാന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ സഹോദരെ, തപസ് കാല ആരംഭം മുതലുള്ള ദിവസങ്ങൾ തൊട്ട് തപശ്ചര്യയും പരസ്നേഹ പ്രവൃത്തികളും വഴി നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയായിരുന്നുവല്ലോ. ഇന്നാകട്ടെ സാർവത്രിക സഭയോട് ചേർന്ന് നമ്മുടെ കർത്താവിന്റെ പെസഹ രഹസ്യത്തിന്, അതായത് അവിടുത്തെ പീഡാസഹനവും ഉദ്ധാനവും തുടക്കം കുറിക്കുവാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ രഹസ്യം പൂർത്തീകരിക്കാനാണ് അവിടം തന്റെ നഗരമായ ജെറുസലേമിലേക്ക് പ്രവേശിച്ചത്. അതിനാൽ തികഞ്ഞ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ അവിടുത്തെ രക്ഷകരമായ പ്രവേശനം അനുസ്മരിച്ച് കർത്താവിനെ അനുഗമിക്കാം. അങ്ങനെ അവിടുത്തെ കൃപ വഴി കുരിശിൽ പങ്കുചേർന്ന് നമ്മളും അവിടുത്തെ ഉദ്ധാനത്തിലും ജീവനിലും ഭാഗമാകുവാൻ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ കുരുത്തോലകൾ അങ്ങേ അനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കണമേ. ആഹ്ലാദഭരിതരായ ക്രിസ്തുരാജനെ അനുഗമിക്കുന്ന ഞങ്ങൾ അവിടുന്ന് വഴി നിത്യ ജെറുസലേമിൽ എത്തിച്ചേരുവാൻ ശക്തരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയും അടുത്ത അതിന്റെ കാളക്കുട്ടിയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടൻ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയും കഴുതക്കുട്ടിയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർപ്പ് വിളിച്ചു: ദാവീദിന്റെ പുത്രന് ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ! ഉന്നതങ്ങളിൽ ഹോസാന! അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വിവശയായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. കർത്താവിന്റെ സുവിശേഷം. പ്രിയ സഹോദരി, ക്രിസ്തുവിനെ ആർപ്പ് വിളിച്ച് ജനതയെ അനുകരിച്ച് നമുക്കും സമാധാനത്തോടെ പുറപ്പെടാം.
പ്രിയമുള്ളവരെ, നമ്മുടെ പ്രദക്ഷിണത്തിന്റെ ക്രമീകരണം ഇപ്രകാരമായിരിക്കും. ഏറ്റവും മുന്നിൽ കുരിശുവാക്കുകൾ, ദീപവാക്കുകൾ, അതിന്റെ പിന്നിൽ വൈദികൻ, എന്റെ പുറകിലായിട്ട് കുട്ടികള്, സ്ത്രീകള്, പുരുഷന്മാര് എന്നീ Thank you.